ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെക്ക് അടിക്കുമ്പോൾ ഒന്ന് കയറി പോയിട്ടുണ്ടെങ്കിൽ, ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ അത് വലുതാക്കി നമുക്ക് എങ്ങനെ എടുക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഒരു റൗണ്ട് നെക്കാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ വി ആക്കിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റൗണ്ട് നെക്കിൻ്റെ ഇതേപോലെ ലെങ്ത്ത് നമ്മളൊന്ന് ടേപ്പ് വെച്ച് ആദ്യം അളന്ന് നോക്കണം. ഞാനിപ്പോൾ 4 ഇഞ്ചിലാണ് അതിൻ്റെ ലെങ്ത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴുത്തകലം വിഡ്ത്ത് എത്രയുണ്ടെന്ന് നോക്കണം. അപ്പോൾ അതെനിക്ക് 6 ഇഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് വി നെക്കിലേക്കാണ് മാറ്റാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വി നെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിതുപോലെ ഞാനൊന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് റൗണ്ട് നെക്ക് ഓൾറെഡി ചെയ്തേക്കുന്നുണ്ട്, അവിടെ ഒരു ഹോൾ വരും വി നെക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ വി നെക്ക് കുറച്ച് വൈഡാക്കി എടുക്കേണ്ടി വരും. റൗണ്ട് നെക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും വലുതാക്കി വെട്ടുന്നുണ്ടെങ്കിൽ അങ്ങനൊരു കുഴപ്പമില്ല. ഇപ്പോൾ വി നെക്ക് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വൈഡാക്കി വെട്ടേണ്ടി വരും. അപ്പോൾ ഞാൻ ക്യാൻവാസിലാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ 6 ഇഞ്ചായിരുന്നു ഓൾറെഡി ഉള്ള നെക്കിൻ്റെ കഴുത്തകലം. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഇഞ്ചാണ് അത് രണ്ടാക്കി മടക്കുമ്പോൾ വരുന്നത്. ഞാനിവിടെ 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്, കാരണം നമുക്ക് കുറച്ച് വൈഡാക്കി വേണ്ടതുകൊണ്ട്. അധികം വിട്ടിൽ കൊടുക്കണ്ട. അധികം വിട്ടിൽ കൊടുത്താൽ നമ്മുടെ ബാക്കിൽ നെക്ക് വന്നിരിക്കുന്നതും ഫ്രണ്ടിൽ നെക്ക് വന്നിരിക്കുന്നതും തമ്മിൽ ഡിഫറൻസ് വരും. അപ്പോൾ കുറച്ച് ഫ്രണ്ട് നെക്ക് കയറിയിരിക്കുന്ന പോലെ ഇരിക്കുമ്പോൾ ഷോൾഡറിൽ നിന്ന് അത് മാറി നിൽക്കുന്ന പോലെ തോന്നും. ഇനി ലെങ്ത്ത് ഞാൻ വെക്കുന്നത് 7 ഇഞ്ചിലാണ്. ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം. നമ്മൾ ലെങ്ത്ത് ഇറക്കാനാണല്ലോ നമ്മളിപ്പോൾ കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് വി ഞാൻ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ വി വരച്ച് കൊടുത്ത് നമ്മൾ നേരെ ചെയ്താൽ വീണ്ടും നമുക്ക് നെക്ക് കറക്റ്റായിട്ട് കിട്ടില്ല, കാരണം റൗണ്ട് നെക്കിൽ നിന്ന് വി നെക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിയുടെ ആ ഭാഗം ഒന്ന് വൈഡാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വി നെക്ക് ചെയ്യുമ്പോഴേ ഈ ഒരു പ്രശ്നമുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റൗണ്ട് നെക്ക് ചെറുതായി പോയിട്ട് വീണ്ടും റൗണ്ട് നെക്ക് തന്നെയാണ് വലുതാക്കി എടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമില്ല. നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നത് പോലെ 3 ഇഞ്ചിൽ തന്നെ കഴുത്തകൾ എടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇത് കുറച്ച് വൈഡാക്കി എടുക്കുന്നുണ്ട്. അതായത് റൗണ്ടിൽ നിന്ന് വി ആക്കുന്നത് കൊണ്ടാണ് ഇതേപോലെ 3 ഇഞ്ച് കഴുത്തകൾ എടുത്തത്. എന്നിട്ട് 1 ഇഞ്ചിൽ നമുക്ക് ഇതേപോലെ സൈഡിലും വരച്ച് കൊടുത്തു. മുകളിൽ ഞാൻ ഇതേപോലെ ഒരു 4 ഇഞ്ചിൽ വരച്ച് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. മുകളിൽ ഇങ്ങനെ വരച്ച് കൊടുത്തത് നമുക്ക് അത് അയൺ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് തെറ്റാതെ അകലം കിട്ടുന്നതിനാണ്. ഇനി അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുകളിലത്തെ പാട്ട് കട്ടാതെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നെക്കാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്ത് എടുക്കാം. ഞാനിത് അയൺ ചെയ്ത് 2 സൈഡും ഒന്ന് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതിനൊക്കെയാണ് ചെയ്യുന്നത് അത് അതേപോലെ തന്നെ അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് ഷോൾഡറൊക്കെ ഒന്ന് കറക്റ്റാക്കി നേരെ വെക്കുക. അതിനുശേഷം ഷോൾഡറിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ വെക്കുമ്പോഴേക്കും നമ്മളുടെ സെൻട്രൽ പോയിൻറ്റ് കറക്റ്റ് ആയതിന് ശേഷം മാത്രം വെക്കുക, അല്ലെങ്കിൽ നെക്ക് ചരിഞ്ഞ് പോകും ഓൾറെഡി അടിച്ചിരിക്കുന്നത് കൊണ്ടേ. അപ്പോൾ ഞാൻ ഇവിടെ സെൻട്രൽ പോയിൻ്റ് ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്യുകയാണ്. 2 സൈഡിൽ നിന്നും സെൻട്രൽ പോയിൻറ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ സെൻട്രൽ പോയിൻറ്റിൽ നിന്ന് ഒന്ന് താഴേക്ക് ഒന്ന് വരച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് കഴുത്തിൻ്റെ സെൻട്രൽ പോയിൻറ്റ് കിട്ടും. എന്നിട്ട് അതങ്ങനെ നേരെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് വെക്കാം. എല്ലാ സൈഡും ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് ഇത് അടിച്ചെടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ ഷോൾഡറിൻ്റെ ഭാഗമെല്ലാം കറക്റ്റ് ഒന്നിച്ച് വരുന്ന രീതിയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോവാതെ കറക്റ്റ് വരുന്ന രീതിയിൽ നോക്കിയിട്ട് വേണം വെക്കാനായിട്ട്. ക്യാൻവാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം കഴുത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് അടിച്ചെടുക്കുക. ഇത് കണ്ടോ, നമ്മളുടെ ക്യാൻവാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഞാൻ കഴുത്തിൻ്റെ കറക്റ്റ് അത് ഞാൻ ബാക്ക് നെക്ക് ഒന്ന് ഫ്രണ്ടിലേക്ക് ആക്കി ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അത് മനസ്സിലാവും. ഇതേപോലെ നമ്മൾ ക്യാൻവാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം കറക്റ്റ് ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം അടിച്ചെടുക്കാൻ. എന്നാലേ ബാക്ക് നെക്കിൻ്റെ ആ ഭാഗവും ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗവും നമ്മളിത് തിരിച്ചിട്ട് കഴിയുമ്പോൾ ഒരേപോലെ നമുക്ക് കിട്ടത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം കുറച്ച് കയറിയിരിക്കുന്ന പോലെ വരും. അങ്ങനെ വരാതിരിക്കാനാണ് കറക്റ്റ് ഒപ്പം വരുന്ന രീതിയിൽ വെക്കാനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പോൾ ക്യാൻവാസ് ഓൾറെഡി വെച്ചിട്ടാണ് ഞാൻ ഇതിന് മുന്നത്തെ നെക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നെക്ക് വെക്കുമ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ച് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല ഒരു പെർഫെക്ഷനിൽ കിട്ടണമെന്നില്ല. അതല്ലാതെ നമുക്ക് ചെയ്യാം. എന്നാലും കൂടുതൽ പെർഫെക്ഷനിൽ നമുക്ക് കിട്ടുന്നത് ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ്. ഇനിയിപ്പോൾ കണ്ടോ, ഇത് കണ്ടോ, കറക്റ്റ് അളവിൽ അതവിടെ വരുന്നു. അങ്ങനെ വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഈ സൈഡിലെല്ലാം ചെറിയ ചെറിയ നോച്ചിട്ട് കൊടുക്കണം. വീടെ ഭാഗത്തൊക്കെ ചെറിയ ഇതുപോലുള്ളൊരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് തിരിച്ച് മടക്കിയെടുക്കാം.
കണ്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കറക്റ്റ് ലെവലിൽ നമുക്ക് വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് ഞാൻ കുറച്ച് ഇത് ഇങ്ങനെ ഇറക്കി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കറക്റ്റ് കണ്ടോ, കറക്റ്റ് ഇതേപോലെ വരും. നിങ്ങളപ്പോൾ കറക്റ്റ് ഇങ്ങനെ വരാൻ ബാക്കിലേക്ക് പൊടിക്ക് ഒരു ശകലം അങ്ങനെ ഇറക്കി വെച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് നെക്ക് ഇതേപോലെ അടിച്ചെടുക്കാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും കുറച്ച് വിട്ട് നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇത് ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് വെക്കണം. കണ്ടോ, എല്ലാ സൈഡും പിൻ ചെയ്ത് വെച്ചിട്ട് അടിച്ചാൽ മതി. കാരണം ഓൾറെഡി ബാക്കിലെ നെക്ക് ഉള്ളത് കൊണ്ടും ഈ നെക്ക് നമ്മൾ രണ്ടാമത് ക്യാൻവാസ് വെച്ച് അടിക്കുന്നത് കൊണ്ടും ആ ഭാഗം കുറച്ച് കട്ടിയായി പോകാൻ ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് അടിക്കാം. വീട് ഭാഗമാകുമ്പോൾ ഇതേപോലെ സൂചി കുത്തി ഇറക്കിയിട്ട് തിരിച്ചെടുത്തിട്ട് അടിച്ചെടുക്കുക. ഇതേപോലെ അരികത്തിട്ട് ഇത് അടിച്ചെടുക്കുക. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും പിൻ ചെയ്ത് വെച്ചിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഈ അറ്റം വരെ നമ്മൾ ബാക്കിലേക്ക് കുറച്ചുകൂടെ ഇറക്കി ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന ഭാഗം അകത്ത് നിന്ന് കൂടെ വന്ന് അടിച്ചെടുക്കണം. അകത്ത് നിന്ന് ഇതേപോലെ ഞാനൊന്ന് അതുകൂടെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോഴേക്കും ഇതൊന്ന് നന്നായിട്ട് നിവർത്തി പിടിച്ചിട്ട് വേണം അടിക്കാനായിട്ട്. അല്ലെങ്കിൽ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം അവിടെ ചുളിവുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് നിവർത്തി പിടിച്ച് കറക്റ്റ് വെച്ചിട്ട് അടിച്ചെടുക്കുക. വീട് ഭാഗമാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചിടുമ്പോഴേക്കും ആ വളവ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചുളിവുകൾ മാറ്റിയിട്ട് അടിച്ചാലേ നമുക്ക് അത് ആ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിയെടുക്കാം. ഇതുപോലെ അറ്റം വരെ അടിച്ചെടുക്കുക. അപ്പോൾ നെക്കിൻ്റെ ഈ ഭാഗം നമ്മളപ്പോൾ വലുതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ വലുതായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലേസ് എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ വീനക്കായതുകൊണ്ട് ലേസൊക്കെ ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നമുക്ക് ഇത് ഭംഗിയാക്കാവുന്നതാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതല്ലാതെ ഭംഗിയായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവരും ഹെൽപ്ഫുൾ ആയവരും എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.